മാർക്കോസ് 10-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം വായിച്ചു. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു നിമിഷം നമുക്കിനി കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തന്നിരിക്കുന്ന ഈ മന്നയ്ക്കായി സ്തോത്രം. ദൈവാത്മാവ് ഇടപെടണം. ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ, ആഴങ്ങൾ വെളിപ്പെട്ടു വരുവാൻ ദൈവം സഹായിക്കണമേ. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സത്തെയും യേശുവിൻ്റെ അധികാരത്തോടെ ഞാൻ കൽപ്പിച്ച് മാറ്റുന്നു. ദൈവമേ, അവിടുന്ന് വിക്രമായ മോശയുടെ നാവോട് കൂടിയിരുന്ന ദൈവം അടിയങ്ങളോട് കൂടെ ഇരിക്കണം. അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരിക്കണം. ഇന്ന് ഈ കേൾക്കുന്ന വചനം കേൾക്കുന്ന മന്ന TV-യിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന സകലവർക്കും വലിയൊരു വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കുന്നു. ഇന്ന് ഇവിടെ മാത്രമല്ല, വിദേശ രാജ്യങ്ങളായിരിക്കുന്ന, യൂറോപ്യൻ കൺട്രിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, ഞങ്ങളുടെ സകലവർക്കും, ഇവിടെ ആയിരിക്കുന്ന സകലവർക്കും ദൈവത്തെ അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അധ്യക്ഷനായിരിക്കണം. തടസ്സങ്ങൾ, ശുശ്രൂഷയ്ക്കെതിരെ എല്ലാ തടസ്സങ്ങളെ ഞാൻ ശാസിക്കുന്നു, ഭർസിച്ച് മാറ്റുന്നു. ദൈവാത്മാവ് ഇടപെടും. ഞങ്ങളുടെ ആഴങ്ങളിൽ ഇടപെടുവാൻ മാനുഷ്യമായ ഒരു ശബ്ദം വേണ്ട. ദൈവം ഞങ്ങളോട് സംസാരിക്കണം. അവിടുന്ന് ഏത് ആത്മാവിലാണോ എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ നിന്നും സംസാരിക്കുവാൻ അടിയനെ അങ്ങ് ഉപയോഗിക്കണം. അടിയനെ താഴ്ത്തുന്നു. കർത്താവേ, അവിടുന്ന്, കർത്താവേ, ഞാനോ ചെറുതാവട്ടെ, അങ്ങോ വളരട്ടെ. അവിടുത്തെ കൃപയിൽ പൊതിയണം. ഈ വചനം എല്ലാവരുടെ മേൽ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഒരു തർക്കത്തെക്കുറിച്ചാണ്. ഇവിടെ വലിയവൻ ആര്? എല്ലാവർക്കും ഉണ്ട് അല്ലേ? എവിടെയും വലിയവൻ ആര് എന്നൊരു ചോദ്യത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. ഇവിടെ സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട്, ഗുരുവേ, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സെബദിയുടെ മക്കൾ യാക്കോബ് യോഹന്നാനും ദൈവസ്ഥലം അപേക്ഷിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ പറയുന്ന കാര്യം നീ ഞങ്ങൾക്ക് ചെയ്തു തരണം. യാചിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തോട് നമ്മൾ യാചിക്കുമ്പോൾ അത് ദൈവഹിതം പ്രകാരമായിരിക്കണം. അതാ ദൈവം ഇന്ന് പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി കിട്ടിയെന്ന് വരത്തില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ചോദിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം മാത്രമേ ചോദിക്കാവൂ. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലർ പറയും, കർത്താവേ, ലോട്ടറി എടുത്ത് വെച്ചുകൊണ്ട് ഈ വർഷത്തെ 12 കോടി എനിക്ക് അടിക്കണം, അത് എനിക്ക് തന്നെ അടിക്കണം, ഞാൻ പള്ളി വെച്ച് തരും, ഞാൻ 10 കരി എടുത്ത് തരും, അതെടുത്ത് തരും, ഇതെടുത്ത് തരും. ഇതൊന്നും അടിക്കത്തില്ല. അത് ദൈവഹിതമല്ല. പലരും അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ യാചിക്കാൻ പോകിയാൽ അത് നിങ്ങൾക്ക് അപേക്ഷിച്ചാൽ കിട്ടത്തില്ല. കാരണം ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട്. ആമേൻ. ഹല്ലേലൂയ. ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശക്തിയോടെ. അവിടെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വാഭാവികമായ ഒരു ആഗ്രഹമാണ്. ഞാൻ ഈ ആഗ്രഹത്തിനോട് എതിർപ്പൊന്നുമല്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെ. ഈ ലോകത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് യാക്കോബ് യോഹന്നാനും ആഗ്രഹിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത്. ആ സമയത്ത് യേശു അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. ശരി, നിൻ്റെ അപേക്ഷ എന്താണ്? ദൈവം ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവേ, നിൻ്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തൻ നിന്റെ വലതും ഒരുത്തൻ ഇടതും ഇരിക്കുവാൻ ഞങ്ങൾക്ക് വരം തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ
ദൈവം മഹത്വത്തിലേക്ക് വരുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിലേക്ക് വരുമ്പോൾ, ഒരിടത്ത് ഒരുവൻ വലതും ഒരിടത്ത് ഇടതും ഇരിക്കുവാൻ എനിക്ക് വരം തരണം. ഹല്ലേലൂയ. ആഗ്രഹം നല്ല തന്നെ, ആഗ്രഹം നല്ല തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആഗ്രഹം നല്ല തന്നെ, ദൈവത്തിന്റെ അടുത്തിരിക്കുവാൻ ആഗ്രഹം നല്ല തന്നെ. അപ്പൊ നമ്മൾ ചോദിക്കും, ഇതിന് വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ, കുറെ പണം ചോദിച്ചില്ല, വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ, അടുത്തിരിക്കാനല്ലേ ചോദിച്ചത്. പക്ഷേ ഇവിടെ ചോദ്യത്തിനകത്തൊരു വന്നത്, ഒരുവനെ വലത്തും ഒരു ഇടത്തും ഇരുത്തണം. ദൈവമക്കളെ, ഒരു ഭാഗത്ത് ഒരുവന് രണ്ട് സൈഡിൽ ഓരോരുത്തർ ഇരുത്തണം. യാക്കോബ് യോഹന്നാനെ ഇരുത്തണമുള്ള വരം എന്ന് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്ന ഇന്നെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ പറയില്ലേ, നിങ്ങൾ യാചിക്കുന്ന കാര്യം ഇന്നെന്ന് അറിയുന്നില്ല. ആ സ്ഥാനത്തിരുത്തണമെങ്കിൽ വചനം പറയുന്നു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ? ഹല്ലേലൂയ എന്ന് ചോദിച്ചു കഴിഞ്ഞു. അവർ പറഞ്ഞു ഹല്ലേലൂയ. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം, യേശു കുടിച്ച പാനപാത്രം ഏതാ? പ്രൈസ് ദി ലോർഡ്. കയ്പിന്റെയോ വേദനയുടെയും തകർത്ത വേദനയുടെ. ഇന്ന് ആര് കഷ്ടം എത്രത്തോളം സഹിക്കുമോ, എത്രത്തോളം വേദന സഹിക്കുമോ, ആ വേദന സഹിക്കാൻ ആര് തയ്യാറാകും? വേദന സഹിക്കുന്നവന് മാത്രമേ അടുത്തിരിക്കുവാൻ, യേശുവിനോട് ചേർന്നിരിക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് അത്രത്തോളം ആ വേദന കുടിക്കുന്ന കയ്പ്, യേശു കുടിച്ച കയ്പ് ആർക്കും കുടിക്കാൻ പറ്റത്തില്ല. അല്ലെ, യേശു കൊണ്ട് അടി ആർക്കും കൊള്ളാൻ പറ്റത്തില്ല. 39 അടികൾ ചാട്ടവാറുകളാൽ യേശുവിനെ അടിച്ചു. അതാ, അതിൽ ഒരടി പോലും നമുക്ക് കൊള്ളാൻ പറ്റത്തില്ല. എന്നാൽ ചില പീഡനത്തിലൂടെ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് എവിടെ നമ്മൾ ഇരിക്കണം, എവിടെ ഇരിക്കണ്ട എന്ന് പറയുന്നത് ദൈവമാണ്. ആമേ. നമ്മൾ ഒരു അനുഗ്രഹത്തിലോട്ട് പോകുമ്പോൾ എന്നെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തണം, അല്ലെ എന്നെ പിടിച്ച് സൈഡിൽ ഇരുത്തണം, അടുത്തിരുത്തണമെന്ന് ഒരു കാരണവശാലും നമ്മൾ പറയരുത്. നമ്മൾ അനുഗ്രഹത്തിന് മുന്നോടിയായി പറയുന്നു, നിങ്ങൾ അനുഗ്രഹത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ, കർത്താവേ നിന്റെ അടുത്ത് നിങ്ങൾ ആഗ്രഹിച്ചോ അടുത്തിരിക്കുവാൻ. ഏത് സൈഡിൽ ഇരുത്തണം, ഇടത്ത് ഇരുത്തണോ വലതിരുത്തണോ എന്ന് തീരുമാനിക്കേണ്ട ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരുത്തണോ ഇടത് ഭാഗത്ത് ഇരുത്തണോ ആര് തീരുമാനിക്കണം? ദൈവം തീരുമാനിക്കണം. അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഇന്ന് ദൈവ പൈതലേ, നീ ഇരിക്കേണ്ട സ്ഥാനത്ത് നീ ഇരിക്കണം. ആരടുത്ത് ഇരിക്കണം, എപ്പോ ഇരിക്കണം, എങ്ങനെ ഇരിക്കണം, ഇതെല്ലാവർക്കും വലിയൊരു വിഷയമാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും എന്താണ്, എനിക്ക് ഇന്നടുത്തിരിക്കണം, ഇന്ന ഭാഗത്തിരിക്കണം. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാനം തന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവമാണ്. നിങ്ങളെ ഏത് ചെയറിലാണ് ഇരുത്തിയിരിക്കുന്നത്, നിങ്ങളെ ഏത് മേഖലയിലാണ് ഇരുത്തേണ്ടതെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതാർക്കും മാറ്റാൻ പറ്റത്തില്ല എന്ന് വിളിച്ച് പറയാണ്. നിന്നെ ഇരുത്തിയ ദൈവം വിശ്വസ്തനാണ്, അതിനാർക്കും പറിച്ചു മാറ്റാൻ പറ്റത്തില്ല. ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിനക്കൊരു സ്ഥാനം അതിനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവമാണെന്ന് ഞാൻ വിളിച്ചു പറയും. നീ പറ, അത് എന്നെ ദൈവമാണ്, ദൈവമാണ്, ഇന്ന് ദൈവമാണ് എന്നെ ഇരുത്തിയത്. അല്ലെ, ദൈവം ഇരുത്തുന്ന വ്യക്തിയെ ആരൊക്കെ വിചാരിച്ചാലും ഓട്ടിക്കാൻ നോക്കിയാൽ ഓടത്തില്ല. പക്ഷെ മനുഷ്യനുമായ ഒരു വ്യക്തി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടും. അവരെന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഓടും. അല്ലാതെ ഓടിയാലും വീട്ടിൽ ചെന്നൊന്നും ഉറങ്ങാൻ പറ്റൂല. അല്ലാതെ പേടിച്ചു പോയി ഓടിയാലും ഉറങ്ങാൻ പറ്റില്ല. കാര്യം തന്നെ, ദൈവമാണ് ഇരുത്തിയിരിക്കുന്നത്. ദൈവം ഇരുത്തിയാൽ ഇരുത്തിയതാണ്. പ്രൈസലക്കാരൻ പിടിച്ച് പറ, ദൈവം ഇരുത്തിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ നിങ്ങളെ ഓട്ടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഇന്ന് ദൈവമക്കളെ വരുമ്പോൾ നിങ്ങൾ സ്ഥാനമാനം തരും. കിട്ടിയില്ലെങ്കിൽ കിട്ടും. പ്രൈസലക്കാരല്ല, കിട്ടുമ്പോൾ അതനുസരിച്ചുള്ള വെല്ലുവിളികളും കാണും. നിങ്ങളെ ഓട്ടിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ശത്രു നോക്കും. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എവിടെ ഇരിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് ദൈവമാണ്.
അല്ല എനിക്ക് വലതെടുത്തിരിക്കണം ഇടത് ഭാഗത്തിരിക്കണമെന്ന് അവിടെയാണ് ആമെ കുഴഞ്ഞു പോയത്. ആ ചോദ്യം കുഴഞ്ഞു. കർത്താവേ, നീ എന്നെ കൂടെ കള്ളം ക്രൂശി വെച്ച് പറഞ്ഞു ആമെ മഹത്വത്തിലൂടെ വരുമ്പോ എന്നെ കൂടെ ഓർക്കണമേ. അല്ലേ, ക്രൂശീകരണത്തിൽ വെച്ച് ഒരു കള്ളം പറഞ്ഞു, നീതീകരിക്കപ്പെട്ട ഒരു കള്ളം പറഞ്ഞു, ഒന്ന് നീതീകരിക്കപ്പെട്ടില്ല. നീ മഹത്വത്തിൽ പ്രത്യാശ വരുമ്പോ ആമേ സ്വർഗ്ഗാനം ചെയ്യുമ്പോ എന്നെ കൂടെ ഓർക്കണമേ. അപ്പൊ യേശു പറഞ്ഞു, വാസ്തവമായി ഞാൻ നിന്നെ ഓർക്കും, നീ എന്റെ കൂടെ പർദീസയിൽ ഇരിക്കും. അത് ന്യായമായ ഒരു ചോദ്യം. പക്ഷേ എന്നെ വലത് വരുത്തണം, എന്നെ മറ്റവനെ ഇടത് വരുത്തണം, ഞങ്ങളെ രണ്ടുപേരെ പോയിട്ട് ഇനി മറ്റുള്ളവരെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവ് അങ്ങോട്ട് അടുത്ത് ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഇനി ഞങ്ങളെ രണ്ടുപേരെയും ഒരാളെ ഇടതും വലതും ഇരുത്തിയിട്ട് ഇനി വരുന്നവരെല്ലാം അതിന്റെ അപ്പുറത്തിരുന്നാൽ മതി എന്ന് പറയരുത്, എന്ന് പറയരുത്. പറഞ്ഞാൽ അടുത്ത് പറയും, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാൻ, ഞാൻ ഏൽക്കുന്ന സ്നാനമേൽപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ? ദൈവം ഏൽക്കുന്ന ആ കയ്പ്, ആ പാനപാത്രം കുടിക്കുവാൻ ഒരനുഗ്രഹം വേണമോ? നിനക്ക് ആ ദൈവസന്നിധിയില് നീ വലതു ഭാഗത്തിരിക്കണമെങ്കിൽ അത്രത്തോളം വേദനയുടെ നടുവിലൂടെ ആ ഭാരതത്തിൽ യേശു അനുഭവിച്ച കഷ്ടതയിലൂടെ നിങ്ങൾക്ക് കയറി വരാൻ പറ്റുമോ? ഇന്ന് എന്തെങ്കിലും കഷ്ടത സഹിക്കുമ്പോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് സഹിക്കുമ്പോ ചിലർ പറയും, ദൈവത്തെ അറിഞ്ഞിട്ടാണല്ലോ, പള്ളിയിൽ പോയിട്ടാണല്ലോ കൂടുതൽ കഷ്ടത. ഇതാ പറയുന്നു, യേശു കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിപ്പാൻ കഴിയുമോ? യേശു കുടിച്ച പാനപാത്രത്തിൽ കുടിക്കാൻ കഴിയുമോ? ഇല്ല. യേശു കുടിച്ച പാനപാത്രം അത്രത്തോളം വലിയ കഠിനമായിരുന്നു, അത്രത്തോളം വലിയ ഭാരമായിരുന്നു. അതാർക്കും കുടിക്കാൻ പറ്റത്തില്ല. അത് യേശുവിന് മാത്രമേ കഴിയൂ. യേശു സഹിച്ച വേദന യേശുവിന് മാത്രമേ പറ്റൂ. അല്ല, നമുക്ക് ആർക്കും എനിക്കൊന്നും പറ്റത്തൊന്നുമില്ല. ഇവിടെ ഇരുന്ന് നമുക്ക് ആർക്കും പറ്റത്. യേശു ആ വേദന അനുഭവിച്ച ഭാരം ഒരിക്കലും മറ്റുള്ളവർക്കൊന്നും അത് അനുഭവിക്കുവാൻ പറ്റത്തില്ല. അത് ദൈവപുത്രനായതുകൊണ്ടും ദൈവമായതുകൊണ്ടും അത് ആ കുടിക്കുന്ന കയ്പ് കുടിക്കുവാൻ കഴിഞ്ഞു, ആ കഷ്ടത സഹിക്കുവാൻ കഴിഞ്ഞു. അല്ല, ദൈവത്തിനല്ലാതെ മറ്റൊരു വ്യക്തിക്ക് കഷ്ടത സഹിക്കാൻ പറ്റത്തില്ല. എത്ര ഒരു കഷ്ടത വരുമ്പോ പെട്ടെന്ന് തന്നെ ഇടറി വീഴുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഈ ലോകത്തൊന്ന് നീക്കപ്പെടുന്ന രീതിയിലുണ്ട്. എന്തെല്ലാം മറ്റൊരു പ്രശ്നം വരുമ്പോ അവർക്ക് സഹിക്കാൻ പറ്റാതില് ദേശം വിട്ടുപോടുന്നുണ്ട്. അപ്പൊ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് സഹ്യം. വചനം പറയുന്നു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാൻ കഴിയുമോ? ഇന്ന് ഏറ്റു പറയുന്നവർ അത് കുടിക്കാൻ കഴിയുമോ? അടുത്ത പറയുന്നു, ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു. അവർ പറഞ്ഞു, യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കാൻ കേൾക്കുമോ? സ്നാനമേൽക്കാൻ ചെയ്യുമോ? യേശു ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ സ്നാനമൊക്കെ വിളിച്ച് കാണിക്കുകയാണ്. കഷ്ടത, കയ്പ്, സ്നാനം ഇതെല്ലാം യേശു ചെയ്തു, അല്ലേ? ഇതൊക്കെ വലത് ഭാഗത്തിരിക്കണമെങ്കിൽ കഷ്ടത മാത്രം ചെയ്താൽ പോരാ, കയ്പ് മാത്രം കുടിച്ചാ പോരാ, സ്നാനവും ഏക്കണം. യേശുവിന്റെ അടുത്ത് വരണമെങ്കിൽ, യേശുവിന്റെ അടുത്തിരിക്കണമെങ്കിൽ, വലത് ഭാഗത്ത് ഇടത്തിരുന്നില്ലെങ്കിലും ഒന്ന് അപ്പുറത്തെങ്കിലും ഇരിക്കണമെങ്കിൽ യേശു സ്നാനമേൽക്കണം. സ്നാനത്തിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് എഴുതുന്നത്. ഹല്ലേലൂയ. ഇന്ന് കർത്താവെ പറ, എന്നെ വലത് ഭാഗത്തിരുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇടത് ഭാഗത്തിരുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും മൂലയ്ക്കകത്തൊന്ന് ഇരുത്തിയാൽ മതി. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ചേറിട്ട് ഇരുത്തണം. പക്ഷെ അതിനൊരു കാരണമുണ്ട്, സ്നാനമേൽക്കണം. ഹല്ലേലൂയ. അതിനെന്താണ്? സ്നാനമേൽക്കണം. ഹല്ലേലൂയ. അല്ല, ഇതിലൊന്നും ഇടറിപ്പോവാൻ പറ്റത്തില്ല, ഇടറിപ്പോവാൻ പറ്റത്തില്ല. നിന്റെ വലതും, അടുത്ത് പറയുന്നു, ആമേ ഹല്ലേലൂയ, നിന്റെ വലതും ഇടതും ഇരിപ്പാൻ വരം നൽകണം. അത് എന്റേതല്ല. യേശു പറഞ്ഞു, ഇടത്തിരുത്താനും വലത്തിരിക്കുവാനും അത് എന്റേതല്ല, പിതാവിന്റെ അത്രേ. ഹല്ലേലൂയ. ഒരുക്കിയിരിക്കുന്ന ആരെയാണ്? ആ ദൈവം ഇവിടെ പുത്രന്റെ അടുത്ത് ഇരുത്തുന്നത്, ഇടതും വലതും ഇരുത്തുന്നത് ആരാണ് ഇരുത്തുന്നത്? ഞാനല്ല. ഹല്ലേലൂയ. ആമേ. ഇന്ന് എവിടെയെങ്കിലും
ആരെങ്കിലും അടുത്ത് ഇടതും വലതും ഇരുത്തണേ പറ, അത് ആ ഇരുത്തിയ ആളല്ല, ദൈവമാണ് ഇരുത്തിയെന്ന് പറ. അടുത്തിരിക്കുന്നവർ പറ, ഞാൻ എവിടെയെങ്കിലും വലതോ പുറത്തോ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇടത്തിലോ വലതോ ഭാഗത്ത് ഇടതുവശത്തോ വലതുവശത്തോ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനല്ല, ദൈവമാണ്. അതിൽ അഹങ്കരിക്കണമെന്ന് പറ. പ്രൈസ് ദി ഹല്ലേലൂയ. അതില് പിണങ്ങല്ലേ. ഇന്ന് ഇത്തിരി കട്ടിയായിട്ടൊക്കെ പോകും. ഹല്ലേലൂയ. പിണങ്ങരുത്. ചിലപ്പോ ഞാൻ വലത് ഭാഗത്താണ്, സാറിന്റെ വലം കൈയാണ്, എന്നോട് കളിക്കാൻ വന്നാലേ അടങ്ങിയിരിക്കത്തില്ല. പ്രൈസ് ദി. ആ ഒരു ഭാരം, ആ ഒരു ഭാവം ഇന്ന് അങ്ങെടുത്ത് കളയണം. പ്രൈസ് ദി. ഹല്ലേലൂയ. ആ ഒരു ഭാവം സാജടുത്ത് പറ, കളയണം. ഹല്ലേലൂയ. അവിടെ ഇരിക്കുമ്പോ ഞാൻ സാറിന്റെ സ്വന്തം ആളാണ്, ഞാൻ പറയാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും അനങ്ങണമെങ്കിൽ ഞാൻ പറയണം. ആ തോന്നല് വേണ്ട. സ്വർഗത്തിലെ ദൈവമാണ് സംഭവിക്കുന്നത്. അത് നിങ്ങളിലൂടെ കടന്നു പോകുന്ന അനുഗ്രഹത്തെ, അതിനൊരു അനുഗ്രഹത്തിന് ഞാനൊരു കാരണമാണ്. ഇന്ന് എനിക്കൊരു സ്ഥാനമാനങ്ങൾ തന്നിട്ടുണ്ട്. ഇതിന് മാത്രമല്ല, ഒരു ചർച്ച പാസ്റ്റർ മാത്രമല്ല, ഒരു സ്ഥാപനത്തിന്റെ മേലെ ഒരു അധികാരി എന്ന നിലയിൽ അമ്മയെ ഒരുപാട് വരെ കൊണ്ടുപോകുവാൻ ഇന്നൊരു സ്ഥാനം തന്നിട്ടുണ്ട്. ഒരു കറങ്ങുന്ന വേണമെങ്കിൽ പറയാം, ഒരു കറങ്ങുന്ന കസേര ഇട്ട് ഫാനൊക്കെ ഇട്ട് ഓഫീസറെ പോലെ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചതല്ല, ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതല്ല. അതിനകത്ത് കയറണമെന്നോ അതിനകത്ത് ഇരിക്കണമെന്നോ, ഞാനൊരു ചെയർ വാങ്ങിച്ചിട്ട് എൻ്റെ കൂടെ നിന്ന് സഹോദരനെ പിടിച്ചിരുത്തി, ഞാൻ ഇരുത്തിയിട്ട് ഞാൻ വെളിയിരുന്നു. എന്നിട്ട് സഹോദരൻ കറങ്ങിന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ശരിയാവണില്ല. 2 ആഴ്ച നോക്കി, ശരിയാവണില്ല. അവസാനം പറഞ്ഞു, നീ ഒന്ന് ഇറങ്ങ്, ഞാൻ ഒന്ന് കയറാം. പ്രൈസ് ദി ഹല്ലേലൂയ. അപ്പോ ആദ്യം എന്നെ പിടിച്ച് ചെയർ ഇരുത്തിയില്ല, മാറ്റി നിർത്തി. അവർ ഡീലിങ് ചെയ്യണം എങ്ങനെയെന്ന് നോക്കി, അവർ മറ്റുള്ളവരുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എങ്ങനെയാണ് നോക്കി. പക്ഷെ ഞാൻ പുറത്തുനിന്ന് നോക്കിക്കൊണ്ടൊന്നും ശരിയാവുന്നില്ല. അവർക്ക് തൃപ്തിപ്പെടുന്നില്ല. അടുത്തിരുന്നാ മാത്രം പോരാ ദൈവ പൈതലേ. അപ്പന്റെ ഹൃദയം അറിഞ്ഞ്, ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ് നീ പെരുമാറണോ, ആ ഒരു കൃപയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അടുത്തിരിക്കുന്ന മാത്രം പോരാ, ഹൃദയത്തിനകത്ത്, അതാ യേശുവിന്റെ ഹൃദയം എന്റെ ഹൃദയമായി മാറണം. ആമേ. ഇന്ന് അടുത്തിരുന്നിട്ട് ആമേ ഹല്ലേലൂയ ഇരിക്കുന്നത് ഭാഗ്യമായിട്ട് കാണരുത്, അത് ഭയങ്കര ഭാഗ്യമായിട്ട് കാണരുത്. ഇവിടെ വചനം പറഞ്ഞത് കയ്പ കുടിച്ചിട്ടാ വന്നത്, കയ്പ് കുടിച്ചിട്ടാ വന്ന് എത്തിയിരിക്കുന്നത്. എന്നാൽ അവിടെ ഇരിക്കുമ്പോ അപ്പന്റെ നിങ്ങളെ വിളിച്ച് വേദനിച്ച് ദൈവം കൊണ്ടുവന്നു അല്ലേ. പാപത്തിൽ കിടന്ന നിങ്ങളെ ഓരോരുത്തരെയും എന്നെയും അല്ലേ, പാപത്തിന്റെ ചേറ്റിൽ കിടന്ന എന്നെ യേശുവിന്റെ രക്തത്താൽ കഴുകി എന്നെ ദൈവം കൊണ്ടുവന്നു, നിങ്ങളെ കൊണ്ടുവന്ന് ഇന്നൊരു സ്ഥാനം തന്നത്. എന്താ? ഏത് സ്ഥാനം? മക്കളെന്ന സ്ഥാനം. ഹല്ലേലൂയ. ചേറിട്ട് കറങ്ങുന്ന കസേര ഇരുത്തുന്നതല്ല. ആമേ. കറങ്ങുന്ന ചേറിട്ട് ആ ഫാനിട്ട് മൂട്ടി ഇരുത്തുന്ന സ്ഥാനമല്ല. ഇന്ന് നിങ്ങളെ ദൈവത്തെ അറിഞ്ഞു, നിങ്ങൾ അറിഞ്ഞപ്പോ ദൈവത്തിന്റെ മക്കളായി മാറി, അതാണ് സ്ഥാനം. പ്രൈസ് ദി ഹല്ലേലൂയ. ഇന്ന് മക്കള്, ഞാൻ ദൈവത്തിന്റെ മകളാണ്, മകനാണ്. ആ സ്ഥാനമാണ് എനിക്ക് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്ഥാനത്തിന് ഇന്ന് അർഹതെന്ന് പറയണമെങ്കിൽ ഞാൻ അർഹനാണ്, ഞാൻ അതിനകത്ത് എനിക്ക് അതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, ഞാൻ അതിന് യോഗ്യനാണെന്ന് പറയുമ്പോ യേശു പറയും, എന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന എന്റെ വിചാരങ്ങളെയും എന്റെ നിലവുകളെയും അറിയുവാൻ ഇന്ന് എന്റെ ഇഷ്ടം ചെയ്യുമെന്നായിരിക്കും നീ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ഇഷ്ടത്തിനകത്ത് ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. അതാ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ചുമ്മാ ഇരുന്നാ മതിയോ? ഇടതും വലതും ചുമ്മാ ഇരുന്നാ പോരാ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം.
ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ഇന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോ നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തയ്യാറായിക്കോളണം. നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. നിങ്ങളുടെ മക്കളെ ഇഷ്ടങ്ങൾ ചെയ്തു കൊടുക്കാറില്ലേ? നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ, കർത്താവേ നിന്റെ ഇഷ്ടം എന്തൊക്കെയാണ് എന്ന് എത്ര പേര് ചോദിക്കുന്നുണ്ട്? ദൈവത്തോട് ആലോചന ചോദിക്കാറുണ്ടോ? എത്ര പേര് ദൈവാലോചന ചോദിക്കുന്നുണ്ട്? ഇന്ന് ചോദിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ മക്കൾ എന്ന സ്ഥാനം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, ഒരു പദവിയാണ്. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് യേശുവിന്റെ മകളെന്ന് പറയുക. കാരണം നീ നിന്നും കൊണ്ട് പറഞ്ഞ നിന്റെ മുമ്പിൽ കിടക്കുന്ന പ്രശ്നത്തെ ഞാൻ യേശുവിന്റെ മോനാണ് എന്നുള്ള അധികാരത്തോടെ നീ പറഞ്ഞ നിന്റെ പ്രശ്നങ്ങൾ നീങ്ങിപ്പോകും. അത് മതി. അതിനപ്പുറമായി ഒരു സ്ഥാനമാനവും വേണ്ട. അല്ലേല എത്ര സർവന്റർ ഉണ്ടെന്ന് എത്ര കൂടെ നിൽക്കുന്നവരുണ്ടെന്നാലും വേണ്ട. എനിക്ക് ഏറ്റവും ഒരു പദവി, ഞാൻ അപ്പന്റെ മകനാണ്, അപ്പന്റെ മോളാണ്, അത് മതി ദൈവ പൈതല് എന്ന് പറഞ്ഞ് കൃതജ്ഞനാകുമ്പോ തന്നെ സ്വർഗം സന്തോഷിക്കുകയാണ്. ഇന്ന് ആ പദവിയിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നു. ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കണം, ഏൽക്കുകയും നിശ്ചയം. എന്നിട്ട് പറയുന്നു, എന്റെ വലതും ഇടതും ഇരിപ്പാൻ വരം നൽകുന്നത് എന്റേതല്ല. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, നിങ്ങളെ എവിടെ ഇരുത്തണം, എവിടെ ഇരുത്തണ്ട, വരം നൽകേണ്ടത് ആരാ? പിതാവാണ്. എന്റെ വലതും ഇടതും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ആർക്ക് ഒരുക്കിയിരിക്കുന്നോ അവർക്ക് കിട്ടും. നോക്കിക്കൊള്ളണം, ആർക്ക് ഒരുക്കിയിരിക്കുന്നതോ അവർക്ക് കിട്ടും. ഇത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്കാണ് കിട്ടേണ്ടത് അവർക്ക് കിട്ടും. ഇത് എടുത്തോളണം. ഒരാളുടെ കുത്തകയല്ല, ഇത് ഒരാളിന്റെ കുത്തകയൊന്നുമല്ല. പറയോ, ഇത് എന്റെ ചെയറാണ്, ഇതിനകത്തിരുന്നാൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയാനൊന്നും പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ദൈവാത്മാ പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് ആർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അവർക്ക് കിട്ടും. അതിനുവേണ്ടി നീ ആഗ്രഹിച്ചോ, എനിക്ക് അപ്പന്റെ അടുക്കൽ ഇരിക്കണം. എന്റെ ജീവിതകാലം ഈ ഭൂമിയിൽ നീ ഇരിക്കാൻ ആഗ്രഹിക്കുമെങ്കിൽ സ്വർഗത്തിലും ഇരിക്കും. ഈ ഭൂമിയിൽ നീ ദൈവത്തിന്റെ സ്ഥലം ആരാധിച്ചും വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചാൽ നീ സ്വർഗത്തിലും ദൈവം ഇരുത്തും. നീ ദൈവത്തെ അനുസരിച്ച് കീഴ്പ്പെടണം. ആദ്യം ദൈവസ്ഥലിൽ കീഴ്പ്പെടണം. ഒന്ന് താഴ്ത്തി കൊടുക്കണം. എല്ലാം കർത്താവേ ഞാൻ തുല്ലു പറഞ്ഞു പാസ്റ്റേ, എന്നെ കൊണ്ട് മാക്സിമം ഞാൻ ശ്രമിക്കണം, പറ്റുന്നില്ല പാസ്റ്റേ. അപ്പോ ഞാൻ പറയും, സഹോദരി കുഴപ്പമില്ല, ഇതൊക്കെ ഇതിലും കൂടെയൊക്കെ നമ്മൾ വന്നവരല്ലേ, ഭാരപ്പെടണ്ട, നമുക്ക് 3 ദിവസം ഉപവസിക്കാം. നിങ്ങൾ ആരും ശ്രദ്ധ പോവരുതേ, വരുന്നവരുന്നോട് നോക്കണ്ട, അവരൊക്കെ വരും പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 3 ദിവസം ഉപവസിക്കണം. എങ്കിൽ മാത്രമേ ഒരു സഹനശക്തിക്ക് വേണ്ടി. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ദൈവ പൈതലെ, നിന്റെ ഹൃദയത്തിനകത്ത് നീ എഴുതിയിടണം, എപ്പോഴും പ്രതിധ്വനിക്കേണ്ട പോയിന്റ് എന്ന് പറയണത്, ഒരു ചേർ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് ദൈവം ആർക്ക് ആഗ്രഹം അവർക്കേ കൊടുക്കത്തുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കും. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് അപ്പന്റെ അടുക്കൽ ഇരിക്കുവാൻ. ഇടതും വലതും എവിടെ ഇരുത്തണമെന്ന് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. നിങ്ങളെ ഇരുത്തിയ സ്ഥാനത്ത് നിന്നും ദൈവം ഈ ഭൂമിയിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൽ ദൈവമാണ് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഈ ലോകത്തിലുള്ള യാതൊക്കെ ദുഷ്ട പിശാച് ഓട്ടിക്കാൻ നോക്കിയാലും നീ ഓടത്തില്ല. കാരണം നിന്നെ നിർത്തിയ സ്വർഗത്തിലെ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരൊക്കെ അവിടെ വരുവാൻ തടഞ്ഞാലും, അല്ലെ ദൈവമക്കളെ, നിങ്ങൾ ആലയത്തിൽ വരാതെ നിങ്ങൾ മാക്സിമം വലിച്ചുകൊണ്ട് പോയാലും നിന്നെ ഇതിനകത്ത് കയറ്റിയ സ്വർഗത്തിലെ ദൈവമാണ്. ഒരു യേശുവാണ് നിന്നെ ഈ ആലയത്തിലോട്ട് കയറ്റിയത്, സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം നിശ്ചയിക്കുന്ന രീതിയിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. നിന്നെ ഇരുത്തിയ സ്ഥലത്ത് നിന്നും
നിന്നെ ഇപ്പൊ ആരെങ്കിലും ഓട്ടിക്കാൻ മന്ത്രവാദം ചെയ്യുന്നുണ്ടെങ്കിൽ നീ പറ, യാതൊരു മന്ത്രവാദത്തിലും ഞാൻ ഓടത്തില്ല, എന്നെ ഇരുത്തിയത് യേശു അപ്പച്ചനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരും പറയരുത് നിന്നെ ഞാനാണ് കൊണ്ടുവന്നത്, നീ അവിടെ തിരിഞ്ഞിങ്ങനെ കറങ്ങി നടന്ന് മുട്ടയിടാ കറങ്ങി നടന്നപ്പോ പിടിച്ചടച്ചത് ഞാനാണ് എന്ന് പറയരുത്. സ്വർഗത്തിലെ ദൈവമാണ്, നീ അല്ല കൊണ്ടുവന്നത്, സ്വർഗത്തിലെ ദൈവമാണ്. ചിലപ്പോ അതിന് വഴികാട്ടി നീ ആയിരിക്കാം, അതിന് ദൈവം നിന്നെ തെരഞ്ഞെടുത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ ഓട്ടിക്കുവാൻ ആര് വിചാരിച്ചാലും നടക്കത്തില്ല. ദൈവം നിർത്തിയിട്ടുണ്ട്, ദൈവം നിലനിർത്തിയിട്ടുണ്ട്. ദൈവം ഇരുത്തിയത് കൊണ്ട്, ദൈവം നിർത്തിയത് കൊണ്ട് ഈ ലോകത്തിന്റെ എത്ര ശത്രു വിചാരിച്ചാലും, ലോകത്തിന്റെ ഏത് പിശാചുക്കൾ ഇളകി വന്നാലും നിന്നെ ഓട്ടിക്കാൻ കഴിയത്തില്ല. നിങ്ങളെ സീറ്റുകൾ ഉറപ്പിക്കുകയാണ്. ആരെങ്കിലും ആടി ആടി നിൽക്കണമെങ്കിൽ 5 വർഷത്തെ സീറ്റ് അല്ല ഇത്. ഇത് രാഷ്ട്രീയക്കാർ വരുമ്പോലെ ഭരണം മാറുന്നതനുസരിച്ച് സീറ്റ് മാറൂല ദൈവമക്കളെ. ഇത് അപ്പൻ തന്നിട്ട സീറ്റാ. അപ്പനിട്ട സീറ്റില് ദൈവം നിർത്തിയെടുത്ത് ഇത് 5 വർഷം മാറി മാറി വരുന്ന ഭരണമല്ല ദൈവസഭ. ഭരണം മാറുന്നതനുസരിച്ച്, രാഷ്ട്രീയക്കാർ മാറുന്നതനുസരിച്ച് ചേറും മാറത്തില്ല. അവരെ ചേറ് മാറുന്നുണ്ട്, കൂറ് മാറുന്നുണ്ട്, അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. പക്ഷെ അപ്പൻ ഒരുവനായത് കൊണ്ട് നിനക്ക് നിർത്തിയ സ്ഥലത്ത് ഇന്നും മാറാതെ നിൽക്കുന്ന പറ, ഇന്ന് വരെ എന്നെ മാറാതെ നിൽക്കുന്നത് എന്റെ കഴിവല്ല, അപ്പന്റെ കൃപയാൽ. ഇതുവരെ നിർത്തിയനെ ഓർത്ത് സ്തോത്രം പറ. അപ്പന്റെ കരം നിങ്ങൾക്കുണ്ട്. അപ്പന്റെ കരം, ഒരു യേശു അപ്പന്റെ മുഖം വാടരുത്, സന്തോഷത്. എന്റെ അപ്പന്റെ മഹത്വം ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ആയത് കൊണ്ടാ എന്നെ നിർത്തിയത്. ഇരുത്തുന്നത് എവിടെ? ആരാ ഇരുത്തുന്നത്? നിങ്ങളെ അധികാരികളാണോ? അല്ല, സ്വർഗത്തിലെ ദൈവമാണ് നിങ്ങളെ നടത്തുന്ന. നിങ്ങളെ കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് ഒരു സ്ഥാനം തന്നില്ല. നിങ്ങളെ കുടുംബത്തിനകത്ത് മക്കളും അമ്മയും എല്ലാവർക്കും ഒരു സ്ഥാനം തന്നിട്ടില്ലേ? ചിലർ കുടുംബമൊക്കെ നോക്കുന്ന ആരാ? നിങ്ങൾക്ക് സ്ഥാനം തന്ന ആരാ? വീട്ടിലുള്ളവരല്ല, ദൈവമാണ്. ചിലവർക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ മുമ്പോട്ടിറങ്ങി സംസാരിക്കാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നത്? ദൈവമാണ്. എത്രയോ നല്ല സൗന്ദര്യമുള്ള സഹോദരിമാരും കഴിവുള്ളവരൊക്കെ വീട്ടിനകത്ത് പപ്പായിരിക്കുകയാണ്, ഒരു വാക്കുപോലും പറയാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവം തന്നിരുന്ന കൃപയനുസരിച്ച് നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യണത്, നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരുന്ന ആരാണ്? ദൈവമാണ്, ദൈവമാണ്. അതിന് ഒരിക്കലും നമ്മളെ സ്വയം കൊണ്ട് അഹങ്കരിക്കാതെ ദൈവത്തിന് മഹത്വം കൊണ്ട് എല്ലാ കാര്യത്തിലും ഒന്നിലും നമ്മൾ നിഗളിച്ചു പോകരുത്. എനിക്ക് കഴിവുണ്ട്, എനിക്ക് സൗന്ദര്യമുണ്ട്, എനിക്ക് പണമില്ലെങ്കിൽ മണമുണ്ട്, ഗുണമില്ലെങ്കിലും ഗുണമുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറയുമ്പോ പറ, കൃപയല്ലാതെ. പൗലോസ് പറഞ്ഞ, നിന്റെ കൃപ എനിക്ക് മതി അപ്പാ. ഒരു ശൂലം ഇരിപ്പുണ്ട്, ഇത് മാറിപ്പോ പലവട്ടം പ്രാപിച്ചു. എന്നാൽ സ്വർഗം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് പ്രശ്നത്തിന് നടുവിലൂടെ നിൽക്കുന്ന സ്ഥലത്ത് വേദനയോടെ സഹിക്കുന്നുണ്ടെങ്കിൽ അത് പറ, ആ കൃപ എനിക്ക് മതി. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം സുഖമായിരിക്കത്തില്ല, അല്ലെ? നിൽക്കുന്ന സ്ഥലം സുഖമായിരിക്കത്തില്ല. നിങ്ങൾ പോകുന്ന വീട്ടു ജോലിക്ക് പോകുന്ന ഒരു സുഖമായിരിക്കത്തില്ല, ഗവൺമെന്റ് ജോലിക്ക് പോകുന്നത് സുഖമായിരിക്കത്തില്ല, നിങ്ങൾ ഡോക്ടറായിരിക്കാം, പോകുന്നിടത്ത് സുഖമായിരിക്കത്തില്ല, നിങ്ങൾ വേറെ ഡിപ്പാർട്ട്മെന്റ് ജോലി, അവിടെ എല്ലാം സുഖമായിരിക്കത്തില്ല. എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടെന്നേ, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ജോലി വേണ്ട, രാജിവെച്ചിട്ട് അങ്ങ് പോവാന്ന്. എത്രയോ ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് രാജിവെച്ച് എഴുതി മുഖത്തെടുത്ത് എറിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന എത്രയോ യുവാക്കളെ നോക്കുകയാണ്. എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോ കിട്ടിയപ്പോ സന്തോഷം, കിട്ടിയപ്പോ അതിനെക്കാട്ടി തലവേദനയായി, എന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ബന്ധിക്കപ്പെട്ട എത്രയോ ദൈവമക്കൾ ഇന്ന് ഭവനത്തിനകത്തിരിക്കുമ്പോ ഇന്ന് ഈ വചന ചാനലിലൂടെ കേൾക്കുന്നത് പറയുന്നു, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വരുന്നുണ്ട്. ഇന്നൊരു സ്ഥാനമാനങ്ങൾ, നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം ആര് തരും? ദൈവം തരും. നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റമില്ലാതെ, ഒരു സ്ഥാനക്കയറ്റമില്ലാതെ നിങ്ങൾ തളർന്നു കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റമില്ല, ഒരു ഉയർച്ചയില്ല, ശമ്പള വർധനയില്ല, ഇങ്ങനെ ഭാരപ്പെടുന്നവരോട് പറയാ, നീ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ നീ നേരെ നിരപ്പായി നിന്റെ കുറവുകളൊക്കെ ബലഹീനെടുത്ത് മാറ്റി മാനസാന്തരപ്പെട്ട് നീ സ്നാനപ്പെടുമെങ്കിൽ നിനക്ക് സ്ഥാനക്കയറ്റം കിട്ടും, ശമ്പള വർധന ഉണ്ടാവും. ഹല്ലേലൂയ. ആദ്യ അപ്പൻ പറയുന്നത് കയ്പൊന്ന് കുടിക്കണം, കയ്പ് കുടിച്ചാൽ മാത്രമേ സ്നാനത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റൂ. സ്നാനത്തിലൂടെ നിങ്ങളുടെ നന്മകള് മടങ്ങി വരുന്നുണ്ട്, അനുഗ്രഹം
അനുഗ്രഹങ്ങൾ മടങ്ങി വരുന്നുണ്ട്. ദൈവം ഇച്ഛിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ദൈവം നിങ്ങൾക്കൊരു അനുഗ്രഹം തന്നാൽ, ഒരു ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നാൽ, നിന്നെ കയറ്റി പടവിലോട്ട് കയറ്റിയാൽ, നിന്റെ നന്മയിലോട്ട് കയറ്റിയാൽ, നിന്റെ സ്റ്റെപ്പിലോട്ട് കയറ്റിയാൽ, അത് പറയണം, അത് യേശുവാണ്. ഇന്ന് എവിടെയെങ്കിലും അനുഗ്രഹങ്ങൾ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുഗ്രഹം ബ്ലോക്കായി, പാസ്റ്ററേ ശമ്പളമില്ല, എന്നും 3 പൈസ. ഒരുവന്റെ ഹൃദയത്തിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ഏലിയാവിന്റെ മേൽ കാക്ക അയച്ച് അപ്പം തന്ന ദൈവം ഇന്ന് ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ മഞ്ഞ വർഷിച്ച ദൈവം തന്റെ ജനത്തിനെ പോറ്റും. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുവാൻ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മോഹിക്കുന്നവരെ, ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുമ്പോ പോലെ തന്നെയാണ് ഇന്ന് ഈ ഭൂമിയിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മോഹിക്കുന്നവർ. സ്ഥാനങ്ങൾക്ക് വേണ്ടി ആരെയും കൊല്ലും, അല്ലേ? പണത്തിന് വേണ്ടി. എന്തിനാണ്? എല്ലാത്തിനും അവസാനം ഒറ്റ ചോദ്യം, പണം, 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 പണം. എവിടെയും സ്ഥാനക്കയറ്റത്തിലൂടെ വരുന്നത് പണത്തെ, അധികാരത്തെ. എവിടെയും അധികാരത്തിന് അന്യായത്തിലൂടെ അധികാരം പിടിച്ചാൽ അത് ഒന്നും നിലനിൽക്കത്തില്ല. കൈക്കിലൂടെ നീ എടുത്താൽ നിലനിൽക്കത്തില്ല. ദൈവഹിതമില്ലാതെ അധികാരത്തിരുത്തിയാൽ നിനക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഇന്ന് പറ, എന്നെ ദൈവം കൊണ്ടിരുത്തിയാൽ ആമേ, ഈ ലോകത്തിന് ഒരു ശാസ്ത്രവിനോ നിന്നെ ഓട്ടിക്കാൻ പറ്റത്തില്ല. ഇത് വചനം പറയുന്നു, ദൈവം ഒരുക്കിയവർക്ക് കിട്ടും. ഒരു അനുഗ്രഹം, നിങ്ങൾക്കൊരു അനുഗ്രഹം ദൈവം ആരും ഒരുക്കിയിട്ടുണ്ട്? ദൈവം ഒരുക്കിയിട്ടുണ്ട്. വിടുതൽ ആരൊരുക്കിയിട്ടുണ്ട്? ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഉയർച്ച ആരൊരുക്കിയിട്ടുണ്ട്? ദൈവം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും അത് നടക്കുന്നില്ല. നിങ്ങളെ മുഖത്ത് ആരും അയ്യോ ഇനി അവരൊക്കെ ശ്രമിച്ചാണ്, അവരൊക്കെ ചെയ്തൊന്നുമല്ല. നീ ദൈവത്തിന്റെ കൃപയിൽ അങ്ങ് ആശ്രയിച്ച് ഉറച്ചു നിന്നാൽ മതി. നിന്റെ അനുഗ്രഹത്തെ ആർക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ആർക്കും എടുത്താൽ പെട്ടെന്നൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ നീ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. ഡൗൺ ആയോ പോയി. പക്ഷേ ആർക്ക് ഒരുക്കിയിരിക്കുന്ന, ആ ഒരുങ്ങിയിരിക്കുന്ന പറ, അതിൽ ഒരാൾ ഞാനാണ് കർത്താവേ. നിന്റെ അനുഗ്രഹത്തോടെ ഒരുങ്ങുന്നുണ്ട്. ഇന്ന് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടില്ലാത്ത അനുഗ്രഹത്തെ പറ. ഇത് ദൈവം ഒരുക്കിയവർക്ക് ആ ഒരുക്കുന്നതിൽ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാവണം. അത് ശേഷം 10 പേര് കേട്ടിട്ട് യാക്കോബിനോട് യോഹന്നാനോടും നീരസപ്പെടുത്തി തുടങ്ങി. യേശു അവരെ അടുക്കെ വിളിച്ചിട്ട് അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു. അവരിൽ മഹത്വക്കളായവൻ ആരുടെ മേൽ അധികാരം നടത്തുന്നു നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം നിങ്ങളുടെ ശുശ്രൂഷനാകണം. ദാ യേശു പറയും, നിങ്ങളുടെ ഇടയിൽ ആരാണ് വലിയവൻ, മഹാൻ? അങ്ങനെ ആകരുത്. നിങ്ങൾ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം നിങ്ങളുടെ ശുശ്രൂഷരാകണം, നിങ്ങളെ ശുശ്രൂഷിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മഹാൻ, വലിയവൻ, വലിയവൻ, വലിയവൻ. ആമേൻ, ആമേൻ. നിങ്ങളുടെ ആര് വലിയവനെന്ന് തോന്നുന്നു, അവർ ആ പാപത്തെ മാറ്റി നിങ്ങളെ ശുശ്രൂഷിക്കണം, നിങ്ങളെ സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇനി വലിയ ആളായി പോയി, ഇനി എനിക്ക് പഴയതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് മറക്കരുത്. ഇന്നലെ ഞാൻ കിച്ചണിൽ കയറി സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു അവസരം കിട്ടിയ ഒരു പാചകം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നും ഒരു ബുദ്ധിമുട്ട്, ബാത്റൂമിൽ വന്നാൽ ബാത്റൂമിൽ കയറി ഞാൻ കഴുകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ കൂടുതൽ ക്ലീൻ ചെയ്യുന്ന സഹോദരന്മാരാണ്. അനുഗ്രഹം എവിടെയാണ് അവിടെയാ ദൈവത്തിന്റെ സന്നിധിയിൽ നീ എവിടെയാണോ എളിമപ്പെടുന്നത് അവിടെ ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു 10 പാത്രം കഴിയുമെന്നും പറഞ്ഞുകൊണ്ട്, അല്ല 10 എന്തെങ്കിലും മേശ തുടച്ചെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കഴിയുന്നു പറഞ്ഞ് ഒന്നും ഇടിഞ്ഞു പോകത്തില്ല. അത് ദൈവം മാനിക്കുകയാണ്. എത്ര ഉയർന്നിരുന്നാലും എത്ര പദവിയിലിരുന്നാലും നീ മഹാനെന്ന് എണ്ണാതെ ശുശ്രൂഷിക്ക്, ദാസനാക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം, ഹല്ലേലൂയ. ചില പറയും, ഇനി വിളമ്പി തന്നാലേ ഞാൻ തിന്നു, ഇങ്ങോട്ട് കൊണ്ടുവാ. ഇല്ല, നീ ഒന്ന് സഹായിക്കണം. ഹല്ലേലൂയ. ഒന്ന് സിസ്റ്ററെ, ഒരു സ്നേഹത്തോടെ സിസ്റ്ററെ, അല്ലെങ്കിൽ ബ്രദറെ, അല്ലെങ്കിൽ എടി ഇങ്ങോട്ടടി അങ്ങനെ വിളിക്കരുത്. ഇത് ലോകം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തോടെ
നിനക്ക് വിളമ്പി തരുവാൻ ഇവിടെ അച്ചി വീടൊന്നുമല്ല, അപ്പന്റെ ആലയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഭാര്യ വീടും അമ്മായി വീടൊന്നുമല്ല, അപ്പന്റെ സന്നിധിയിലാണ്. ഇവിടെ എല്ലാവരും ഒരുപോലെയാ. ഇവിടെ വലിയവന് ചെറിയവന് ഒന്നുമില്ല, ഒരുവനേ ഉള്ളൂ, അത് ക്രിസ്തു മാത്രം. ഹല്ലേലൂയ. ഇവിടെ വലിയവനെന്ന് പറയുന്നത് യേശു മാത്രം. അവിടെ വലിയവനായിട്ട് ആരും ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടില്ല. വചനം പറയുന്നു, നിങ്ങൾ മഹാനാവനാകുന്നവ ഇച്ഛിക്കുന്നവർ എല്ലാവരും നിങ്ങൾ ശുശ്രൂഷക്കാരാകണം. അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആരെങ്കിലും പണി ചെയ്യുമ്പോ ഒരു താങ്ങിട്ട് പോവരുത്. അവരനുഗ്രഹത്തെ എടുത്തു കളയല്. പറ മോനെ, ബ്ലെസ്സിങ് ആണ്ടാ, എന്റെ മക്കൾക്ക് ചെയ്യാത്ത നീ ചെയ്യുന്നു, നീ അനുഗ്രഹിക്കൂടാ. ഹല്ലേലൂയ. എന്റെ മക്കൾ വന്ന് അവന്റെ വീട്ടിൽ വന്നില്ല, ഇപ്പോഴും മൊബൈൽ കുത്തിപ്പിടിച്ചോണ്ട് കിടക്കുകയാണ്, നേരം എടുത്തിട്ട് പോലും. ഹല്ലേലൂയ. നീ ഇതൊന്ന് ചെയ്ത് ദൈവത്തിന്റെ സ്ഥലം നിൽക്കുമ്പോ പറ, ഇത് ദൈവത്തിന്റെ കൃപയാലല്ലാതെ ഒന്നുമല്ല അപ്പാ. ദൈവം നിർത്തിയിരിക്കുന്നത്, എന്നെ വിളിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. തുടക്കം നോക്കുന്നുണ്ട് ദൈവം, തുടക്കം നോക്കുന്നുണ്ട്, നിന്റെ ജീവിത തുടക്കം നോക്കുന്നുണ്ട്. എന്നാൽ നിന്റെ ഉയർച്ചയ്ക്ക് അനുഗ്രഹത്തിന് ഒത്തു കയറുമെന്ന് പറ, ഞാൻ വന്ന വഴി മറക്കത്തില്ല അപ്പാ. എത്ര ഉയർന്നാലും എത്ര ശമ്പളം വാങ്ങിച്ചാലും. അല്ലേ, എന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ ഞാൻ പറയാം, ഇന്നും എന്റെ കൂടെ നിൽക്കുന്നവരെ ബാത്റൂം കഴിവുന്നു. ഞാൻ പലപ്പോഴും എന്റെ സ്വാഭാവികമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ആരെങ്കിലും വിളിച്ച് കഴിക്കൂടെ? അവരൊക്കെ സാധിച്ചിട്ട് പോണ കാര്യം കൂടെ നിൽക്കുന്നവർ കഴിവും. അപ്പോഴവർ പറയും, എന്തിന്? ഇപ്പോഴും മനസ്സിലായി ഈ അനുഗ്രഹം ഇവർക്കാണ് കിട്ടണമെന്ന്. പ്രേസർ, ഇവരെ കഴിവിടുന്നു, മറ്റൊരു ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹം ആർക്കാ? ചെയ്യുന്നവർക്കാണ്. ആ എളിമത്വമാണ് ഇന്ന് ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരോട്ട് ചെയ്യിപ്പിക്കുന്നതല്ല, ചെയ്യുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. അറിഞ്ഞു ചെയ്യണം, കണ്ടറിഞ്ഞ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ അനുഗ്രഹത്തിന് നീ കണ്ടറിഞ്ഞ് ചെയ്യണം. ഒന്ന് പറയരുത്, ഒന്ന് പറഞ്ഞല്ല, എന്റെ ആത്മനിയോഗം, എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടല്ല, അത് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യും. ഇന്ന് അങ്ങനെ ആരെങ്കിലും ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറ, ആ ബന്ധനം പൊട്ടട്ടെ. ഇന്ന് ആ ബന്ധനം പൊട്ടട്ടെ. നാളെ നിങ്ങളുടെ കൈകൾ സ്പീഡാവട്ടെ, ആത്മീയ കാര്യങ്ങൾക്ക് ഉണർവ് വരട്ടെ. ഓ, ദൈവ കാര്യങ്ങൾ ഉണർവാവട്ടെ. ഓഫീസിന്റെ ഏത് കാര്യമായാലും, നിങ്ങൾ പ്രൈവറ്റ് തലത്തിലോ ഒരു വീട്ടു ജോലി കണ്ടറി ചെയ്യണം. നമ്മൾ ആരെയും അങ്ങോട്ട് വരികയല്ല, നമ്മൾ കണ്ടറി ചെയ്യണം. ഒരു അനുഗ്രഹത്തിന് നിങ്ങളെ കൊണ്ടുവരികയാണ്. ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മൾ ഒരു 10 രൂപ എടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി കണ്ടറി ചെയ്യേ. ഇന്ന് പല വീടുകളിൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് നോക്ക്, പലപ്പോഴും പറഞ്ഞിട്ട് നിങ്ങൾ ആ പരിസരമൊക്കെ നോക്ക്, വലവല്ലം കെട്ടിയിട്ടുണ്ടാകുന്നു. ഏറ്റവും ഒരു വീട്ടിന്റെ ലക്ഷണം, അനുഗ്രഹത്തിന്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ വീട് നോക്കണം, വലവല്ലം ഉണ്ടാകുന്നു. വല ഉണ്ടെങ്കിൽ വീട്ടിൽ ചെലന്തി വല കെട്ടി വെച്ചതുപോലെ നിന്റെ ജീവിതം കെട്ടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വല പോലും ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഈ വല പൊട്ടി വരണം. അതാണ് സാത്താൻ കെട്ടിയ വല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനെ കെട്ടാൻ അവസരം കൊടുക്കല്. ചിലത് കണ്ട പോലും ഒരു പ്രശ്നം അവിടെ ഇരിക്കണം, നമുക്ക് എന്തോന്ന്. ഹല്ലേലൂയ. നിന്നെ കെട്ടി 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 ഹല്ലേലൂയ വലിയൊരു പ്രശ്നത്തിലോട്ട് പോവുകയാണ്. ഇതെല്ലാം കണ്ടറിഞ്ഞ് ആത്മാർത്ഥമായി ഒന്ന് ചെയ്തു നോക്ക്. നിന്റെ ആ ജോലിക്ക് ആത്മാർത്ഥ വേണം, സത്യസന്ധത വേണം. നീ ചെയ്യുന്നത് മനുഷ്യർക്കല്ല, ദൈവത്തിന്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. ഇവിടെ ജോലി ചിലപ്പോൾ 500 രൂപ കിട്ടത്തുള്ളൂ, പക്ഷെ സ്വർഗത്തിന്റെ പ്രതിഫലം 1000 രൂപയാണ്. ഇവിടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ന്യായമായിട്ട് ശമ്പളം കിട്ടൂല ദൈവമക്കൾ, എനിക്കറിയാം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പലയിടത്ത് കൈ നീട്ടി ജോലി ചെയ്ത് വന്നവനാണ്. എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ അവരെ നല്ലപോലെ അട്ടഹസിക്കുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാനൊന്നും തിരിച്ചു വിളിക്കത്തില്ല, തൃപ്തിയോടെ വരും. പക്ഷെ എൻ്റെ അപ്പൻ കൂടെ നിന്നവരൊക്കെ താഴോട്ട് പോയപ്പോൾ അതിൽ തൃപ്തിപ്പെട്ടത് കൊണ്ടാ ഇന്ന് എൻ്റെ ദൈവനെ ഉയർത്തി, ഇന്ന് സകലത്തിലും എന്നെ അനുഗ്രഹിച്ചു മാനിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ വായി പറഞ്ഞ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു, അവർക്കെതിരായിട്ട് അനാശയൊക്കെ വിളിച്ചു പറഞ്ഞു. ഞങ്ങളെ കൊന്നു 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 തിന്ന് 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 തിന്ന്. ഹല്ലേലൂയ. ഇല്ല, ഒന്നും പറയാനില്ല. എനിക്ക് അനുഗ്രഹത്തിനെതിരായിട്ട് ഒന്നും പറയാനില്ല. ഹല്ലേലൂയ. നിന്ന് കഷ്ടപ്പാട് സഹിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഭാരം നിങ്ങളുടെ കൈ തരുന്നുണ്ടെങ്കിൽ പറ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യേശു ഉണ്ട്. നിങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുത്തി ജോലി ചെയ്യുമ്പോ ഇതിന്റെ പ്രതിഫലം പകുതി ശമ്പളം ഇവിടെ നിന്ന് കിട്ടും, പകുതി ശമ്പളം സ്വർഗത്തിൽ നിന്ന് കിട്ടും. മറക്കരുത്, ഇവിടെ നിന്ന് പകുതിയെ കിട്ടത്തുള്ളൂ, പകുതി സ്വർഗത്തിൽ. അതിന് ഒരു ആകാംക്ഷ വേണം, അതിനൊരു ദാഹം വേണം. അതിന് ഒരിക്കലും നീ ഇടറി പോകരുത്. അവിടെ നമ്മൾ ചിരിച്ചും കൊണ്ട് കാര്യങ്ങൾ പ്രതിഫലം ദൈവം തരും. ദൈവം ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടും. ആഗ്രഹിക്കുന്നവർക്ക്
കിട്ടും. ഹല്ലേലൂയ. അത് മനുഷ്യനല്ല കൊടുക്കുന്നത്, ദൈവമാണ്. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ കരങ്ങളിൽ അത് ദൈവം ഇച്ഛിക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടും. ഞാൻ സൂക്ഷിപ്പാനല്ല, നിങ്ങൾ ദാസനായി മാറണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. നിങ്ങളിൽ ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ദാസനാകണം. നിങ്ങൾ ഒന്നാമനായി ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവർക്കൊക്കെ വരുമ്പോ ഒന്ന് കൈ കൊടുക്കണം. അല്ല, ഞാൻ ഈ വലിയ പദവിയിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കാതെ മാറിയിരിക്കരുത്. ഒന്ന് കൈ കൊടുത്ത് പ്രൈസലോ സ്തോത്രം പറ. പ്രൈസലോ ഹല്ലേലൂയ. നിങ്ങളിൽ എന്താവണം? ഒന്നാമനാവണം. എല്ലാവർക്കും ദാസനാകണം. ഈ തലക്കനമായിട്ട് നടക്കുന്നവരുണ്ട്. വിശ്വാസിയെ കണ്ട കയ്യും കൊടുക്കൂല, വലിയൊരു ചേറിട്ട് ഇരുത്തിയിരിക്കുകയാണെന്ന്. ചുട്ട മരിച്ചിനെയും കരുവാട് നിന്നിട്ട് കയറി വന്ന അനുഭവങ്ങൾ മറക്കരുത്. പ്രൈസല ഹല്ലേലൂയ. ദൈവസ്ഥാനത്തിലിരുത്തുമ്പോ നിങ്ങളടുത്ത് വരുന്നവരോട് ആമേ ദൈവ ഈ ഇല്ലായ്മ കടന്നു വരുമ്പോ അവരോട് നിങ്ങൾ കൈ കൊടുക്കത്തക്കവണ്ണം ആമേ നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ ദാസനാകണം. അത് ചെല്ലാം ദാസനാകണം. മനുഷ്യൻ പുത്രൻ നോയിക്കോണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനത്രേ. അവർക്ക് വേണ്ടി തന്റെ ജീവൻ മറുവരവായി കൊടുപ്പാനത്രേ. യേശു പറഞ്ഞ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, മനുഷ്യപുത്ര എന്തിനാ വന്നത്? ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭാവികളെ മാനസാന്തരപ്പെടുത്തുവാൻ. യേശു ഏറ്റവും ആദ്യമായി എവിടെ പോയത്? കടപ്പുറത്താ പോയത്. ഹല്ലേലൂയ. മൂക്ക് പൊത്തുന്ന സ്ഥലം. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഏറ്റവും നാറ്റം വച്ച സ്ഥലത്താ എന്റെ യേശു ഇറങ്ങിപ്പോയിട്ട് അവിടെ ചെന്നിട്ട് അവരെല്ലാവരും പുഴുത്തവനെ, കുഷ്ഠരോഗിയെയും ഇന്ന് പല രോഗം പിടിച്ചവനെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തു. ഇന്ന് ആരെങ്കിലും ഹോമിയോസായിട്ട് രോഗികളെ നോക്കുന്നുണ്ടെങ്കിൽ നീ പറ, നിന്റെ കുടുംബത്തിനകത്ത് ആർക്കും ചെയ്യാതെ നീ കൈകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പറ, യേശു ചെയ്ത ശുശ്രൂഷയാ നീ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. മനുഷ്യപുത്രൻ ചെയ്യിപ്പാനല്ല, ചെയ്യുവാൻ. ഇന്ന് ദൈവം ഞാൻ ചെയ്യുവണം, നിങ്ങൾ ചെയ്യണം. ദൈവം ദൈവമായിട്ടിരിക്കാതെ മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പാപികളുടെ ഇടയിൽ വന്ന് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവത്തിന് ഒറ്റ സെക്കൻഡ് കൊണ്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാമില്ല. ഒരു കഷ്ടതയിലൂടെ നടന്ന് കയറിയ ആള് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരു കഷ്ടതയിലൂടെ നടന്നു കയറി എന്തിനെന്ന് കേട്ട് കഴിഞ്ഞാൽ ആ കഷ്ടതയിലൂടെ നടന്ന് കയറുവാൻ നീയും ഞാനും തയ്യാറാകണം. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ വരുമ്പോ നീ ആദ്യം ഓർക്കണം, യേശുവിനൊന്ന് കാണണം. എന്റെ അപ്പൻ നടന്നു കയറിയ വഴിയിൽ ഞാനൊന്ന് ഇടറി പോകരുത്. എന്തെങ്കിലും വിഷമ പ്രയാസം വരുമ്പോ വേദനിച്ച് ഓടരുത്. യേശു ഇതിനെക്കാട്ടി സഹിച്ചു. നിന്നെ അടുത്തിരിക്കുന്ന കുത്തുമ്പോ നീ പറ, ഇതിനെക്കാട്ടി കുത്തിയ യേശു എന്റെ കൂടെ ഉണ്ട്, ഇതിനെക്കാട്ടി സഹിച്ച യേശു എന്റെ കൂടെ ഉണ്ട്. ഇതെല്ലാം സഹിക്കാനുള്ള സകല ശക്തി ഇന്ന് പ്രാപിക്കണം. ഇരിക്കുമ്പോ വചനം കേട്ട് കൊള്ളാം. കുടുംബത്തിനകത്തോട് ചെല്ലുമ്പോ നിനക്ക് എതിരായിട്ട് വേദനിക്കുന്ന വാക്കുകൾ വരും. അവിടെ സകല ശക്തി വേണം. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ ആര് വന്ന് വീണാലും നീ ദൈവനാമത്തിൽ എന്താണ് നിനക്ക് വേണ്ടി നീ അവിടെ സകല ശക്തി വേണ്ടി നീ പ്രാർത്ഥിക്കണം. അതിനു വേണ്ടി പ്രാപിക്കണം. നീ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. ഇന്ന് ചെയ്യേണ്ടടുത്ത് നമ്മൾ ചെയ്യണം. ആമേ, ഹല്ലേലൂയ. അവരെ കൊണ്ട് ചെയ്യേണ്ടടുത്ത് അവർ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഞാനൊരു കാര്യം ചെയ്യേണ്ടതെന്നാൽ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം അവരെ കൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല. പലപ്പോഴും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മാറി നിൽക്കുന്ന ഒരു അനുഭവത്തിലോട്ട് പോകരുത്. ഒരു കാര്യത്തിലും വെറുപ്പായിട്ട് പോകരുത്. ഹല്ലേലൂയ. ഒരു മനസ്സോടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിന്റെ ഒരു മനസ്സോടെ ഇന്ന് അടുത്തിരിക്കുന്ന പറ, ഒരു മനസ്സോടെ ഇരിക്കുന്നവരുടെ ചില അനുഗ്രഹങ്ങൾ എടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു വന്നത് ശുശ്രൂഷിപ്പാനല്ല, ഹല്ലേലൂയ, ശുശ്രൂഷ ചെയ്യുവാൻ. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല. യേശു വന്നവിടെ ചെയ്യിപ്പാനല്ല, ആരെയും കൊണ്ട് ചെയ്യിപ്പാനല്ല. മറക്കരുത്, യേശുവിടെ വന്നത് ആരെയും കൊണ്ട് ചെയ്യിപ്പാനല്ല, ചെയ്യാനാണ് വന്നത്. യേശു ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? ഇന്ന് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആമേ ഹല്ലേലൂയ അവരെ നോക്കി നിങ്ങൾ പുച്ഛിക്കരുത്, നിങ്ങൾ താടി കൈ കൊടുക്കരുത്.
അവരെ മുഖത്തോക്കി പറയരുത്. അന്തസ്സോടെ പറ, യേശു ചെയ്തു, ഞാനും അത് ചെയ്യും. ഹല്ലേലൂയ. അഭിമാനത്തോടെ. ഹല്ലേലൂയ. സഹോദരിമാരൊക്കെ ഒരു സമയത്തൊക്കെ ഇങ്ങനെ നടന്നു പോകുകയാണ്. ഹല്ലേലൂയ. ആ സമയത്ത് സഹോദരൻ ഇങ്ങനെ തലയിൽ ചെവിടും കൊണ്ട് പോകുകയാണ്. ഇപ്പൊ കൂടെ പഠിച്ചവരൊക്കെ പോണ്, അവരെ കാണുമ്പോ അങ്ങ് ചെവിട് കിട്ടിയിട്ട് ഒളിച്ചിരിക്കുന്നതല്ല, അന്തസ്സോടെ ഒന്ന് ചുമക്കണം. ആ ഭാരത്തൊന്ന് ചുമക്കുമ്പോ അത് പറ, അത് ഞാൻ ചുമക്കുവാൻ ആ കൂട്ടുകാരെ തലയിൽ വെച്ച് കൊടുക്കാനല്ല, നമ്മൾ ചുമക്കണം. ഞാൻ ചെയ്യുവാനാ വന്നത്, ചെയ്യിപ്പിക്കാനല്ല. കൽപ്പിക്കരുത്. ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് കൊണ്ടുവാ, കൽപ്പിക്കരുത്. എടുത്തും കുടിച്ച് മാനി വെച്ച് കുടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ചെയ്യിപ്പിക്കാനല്ല, അല്ലെങ്കിൽ ചെയ്യണം. യേശു ചെയ്യിപ്പിക്കാനല്ല വന്നത്, ചെയ്യാനാ വന്നത്. ഇന്ന് കുടുംബത്തിനകത്ത് എന്തെങ്കിലും കണ്ട് ഞങ്ങൾക്ക് ചെയ്തോളണം. ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തോ. നീ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെയും ചെയ്യിപ്പിക്കാനല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാക്കണം. ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു മനസ്സ് ഒരു കുടുംബത്തിനകത്ത് അവരവർ ചെയ്തു നോക്ക്. 3 മക്കൾ 2 അവരവർ വീട് നീറ്റായി നോക്ക്, നീറ്റാവും നോക്ക്. അവരവരുടെ റൂം നീറ്റാകാൻ നോക്ക്, അവരവരുടെ ബാത്റൂം ഒന്ന് കഴിയും നോക്ക്. ഇതെല്ലാം അമ്മ ചെയ്യട്ടെ, പപ്പ ചെയ്യട്ടെ, മക്കൾ പഠിക്കട്ടെ. മക്കൾ പഠിച്ച് വലിയ പഠിത്തത്തിലോട്ട് പോവുക. ഹല്ലേലൂയ. പിന്നെ അവസാനം കൊടുത്ത് ഇപ്പൊ എല്ലാവരും കൂടെ വാരി കൊടുക്കുക. ഹല്ലേലൂയ. ചെയ്യിപ്പിക്കണം. കുഞ്ഞാകുമ്പോ വായി വെച്ചു കൊടുക്കാം. ജീവിതകാലം മുഴുവൻ കൊച്ചിന് വായിൽ വെച്ചു കൊടുക്കാൻ പറ്റുമോ? കൊച്ചിന്റെ കൈ കൊണ്ട് എടുപ്പിക്കണം. ഹല്ലേലൂയ. പല കാര്യം ചെയ്യിപ്പിക്കണം, ശീലിപ്പിക്കണം. ഹല്ലേലൂയ. അല്ല, അയ്യോ എന്റെ പൊന്നുമോളാണ്, എന്റെ പൊന്നുമോനാണ്, തങ്കക്കുടമാണ്, എല്ലാ കുടമാണ്, ചെമ്പുകുടമാണ്, എല്ലാ കുടമാണെങ്കിലും ചെയ്യിച്ചില്ല എങ്കിൽ ചെയ്യിപ്പിക്കേണ്ട ഒരു ദിവസം വരും. പ്രൈസ് ദി ലോർഡ്. ചെയ്യിപ്പിക്കേണ്ട ഒരു ദിവസം, അന്ന് ദുഃഖിക്കേണ്ടി വരും. അത് ദുഃഖിക്കാതിരിക്കുവാനാ തിരുവചനം പറയുന്നത്. ഞാൻ മറ്റുള്ള ചെയ്യിപ്പിക്കാനല്ല, ചെയ്യുവാനാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരാത്മസാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ഇതിനകത്തൊരു ആത്മസാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ചില വിടുതലുകൾ സംഭവിക്കുന്നുണ്ട്. ചില ബന്ധനത്തിന്റെ കെട്ടുകൾ പൊട്ടുന്നുണ്ട്. എവിടെയൊക്കെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില കാരാഗ്രഹത്തിന്റെ കെട്ടുകൾ ഇന്ന് മനസ്സിനകത്ത് നിഗൂഢമായി ശത്രു കയറ്റി വിട്ടിരിക്കുന്ന പൈശാച മണ്ഡലത്തിന്റെ മേൽ ഇന്ന് ബന്ധനം പൊട്ടുകയാണ്. ഇന്ന് പറയും, നീ ചെയ്, ഞാൻ ചെയ് എന്ന് പറയും. വീട്ടിനകത്ത് കയറാൻ പറ്റത്തില്ല. വീട് ക്ലീൻ എല്ലാവർക്കും ആണുങ്ങൾക്ക് ചെയ്യാം, പെണ്ണുങ്ങൾക്ക് ചെയ്യാം. ഞാൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, പാത്രം ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കഴുവാം, തുണിയും കഴുവാം, കുഴപ്പമില്ല. നമ്മളൊക്കെ കഴിവന്നവരാ. ഇപ്പോഴും വേണമെങ്കിൽ ചെയ്യാം. അതിന് നമ്മളെ സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നേ. ചെയ്യാത്തവരുണ്ട്. പറയാത്ത കാര്യങ്ങൾ ഒരമ്മയായിട്ട് ചെയ്യിപ്പിക്കും. ഇപ്പോഴും 40 വയസ്സായ 2 മക്കളായിട്ട് പോലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? അടിവസ്ത്രം വരെ കൊണ്ടിട്ട് മറ്റുള്ള ചെയ്യിപ്പിക്കുന്നത്, അടിവസ്ത്രം വരെ മറ്റുള്ളവരുടെ ചെയ്യിപ്പിക്കുന്നത്, അത് നീ സ്വന്തമായിട്ട് ചെയ്. ചില ഭവനങ്ങളിലൊക്കെ പോകുമ്പോ ഒരു മനസാക്ഷിയില്ലാതെ അവരൊട്ടൊക്കെ ചെയ്യുന്നത് പാപമാണ്, 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 പാപമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാരി അങ്ങ് ഇട്ട് കൊടുക്കരുത്. നിങ്ങൾ കൊടുക്കുന്ന ലക്ഷങ്ങളൊന്നും അല്ല എടുത്ത് കൊടുക്കുന്നത്. കൂടി പയ്യ 10, 700, 800 കൊടുക്കും. അതിനകത്തൊരു മനസാക്ഷി വേണം. ചെയ്യിക്കുവാൻ നമുക്ക് ഒരു മനസാക്ഷി വേണം. പക്ഷേ അവരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൊണ്ട് അവർ വന്നത്. പക്ഷെ നിങ്ങൾ അനുഗ്രഹം ഒറ്റ സെക്കൻഡ് ബലൂണ് പോലെ ഉള്ളൂ. ഒന്ന് കുത്തിവിട്ടാൽ തീരാന്നേ കേസുള്ളൂ. എല്ലാം ഡിമ്മാറ്റി പോകും. പക്ഷെ അത് പോകാതിരിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കുടുംബത്തിന് 4 പേരുണ്ടെങ്കിൽ 4 പേരും ഒരു മനസ്സോടെ നിൽക്കണം. ബാത്റൂമിൽ കയറി എല്ലാവരും ക്ലീൻ ചെയ്യണം. ഒരാൾ മാത്രമല്ല. അതെല്ലാം ഒരാളിന് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അവിടെ സീൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടില്ല ഇന്ന ആളിന്റെ ആണെന്ന്. എനിക്ക് പോവരുതെന്നേ, അവിടെ കേറല്. ഞാൻ പറയുന്നത് നീറ്റാവണം, പണികൾ നീറ്റാവണം, വൃത്തിയുടെ പഠിച്ചു പോകണം. ഭവനത്തിനകത്തൊക്കെ ചില വീടുകളിൽ ചെല്ലുമ്പോൾ മൂക്ക് പൊത്തിയാണ് പോണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഗസ്റ്റ് വരുമ്പോഴല്ല വീട് നീറ്റാക്കേണ്ടത്. അല്ല പാസ്റ്റർ വരാൻ പോണ്, എടിയാ പിടിച്ചോ, ഇന്ന് നമുക്ക് വീട് നീറ്റാക്കാം എന്ന് പറഞ്ഞല്ല. എന്നും ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങി നിൽക്കണം. കർത്താവായ ദൈവം നിന്റെ മേൽ എന്നും ഇറങ്ങി നിൽക്കണം. ഹല്ലേലൂയ. നമ്മൾ ചിലത് നമ്മൾ തന്നെ ചെയ്യണം. ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം
നമ്മൾ യേശു പറഞ്ഞു, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പിക്കാനല്ല ചെയ്യാനാണ് വന്നത്. ഇന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ പണി ചെയ്യണം, കറങ്ങി തിരിഞ്ഞ് നടക്കരുത്. എവിടെയെങ്കിലും കാട്ടിക്കൂട്ടിയൊന്ന് നമ്മൾ ജോലിക്ക് വന്നാൽ ശമ്പളം വാങ്ങിക്കല്ലേ, ജോലി ആത്മാർത്ഥമായി ചെയ്യണം. അല്ല ക്യാമറ നോക്കിയിരുന്ന് ദോ വരുന്നു പിടിച്ചോ, പെട്ടെന്ന് ഫോൺ എടുത്ത് ഫയലെടുക്കാം, കമ്പട് തീപ്പെടിക്കോട് കമ്പട് തീയട് വെന്ത് കൊമ്പട് വണ്ടിയുടെ വടികേട് വടകേട് എന്ന് പറഞ്ഞ പോലെ എന്നും പറഞ്ഞു പോകരുത്. ശമ്പളം ഞാൻ വാങ്ങിക്കുന്നുണ്ട്, അതിന്റെ 1/3 ആത്മാർത്ഥമായി ഫയലൊക്കെ നോക്കണം. ഒരു വീട്ടിൽ പോകുന്ന ആത്മാർത്ഥമായി കണ്ടറിഞ്ഞ് പറഞ്ഞില്ലെങ്കിലും ചെയ്യണോ ചേച്ചി, അവിടെ ചെയ്തില്ലേ കഴിഞ്ഞ ആഴ്ച എന്ന് ചോദിക്കരുത്. കണ്ടറിഞ്ഞ് ചെയ്യണം. ഏത് കാര്യവും ആത്മാർത്ഥമായി. സാർ നോക്കിയിട്ട് ഓ പൊടി സിസ്റ്ററേ, ഓ സാറേ എന്താ, അതാ ഞങ്ങളുടെ അല്ലല്ലോ നിങ്ങളുടെ അല്ലേ എന്ന് പറയരുത്. ആത്മാർത്ഥമായി ചെയ്ത് നീ പോകുമെങ്കിൽ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്, സ്ഥാനത്തിലോട്ട് കൊണ്ടുവരാൻ പോകുകയാണ്. നിങ്ങളുടെ ആത്മാർത്ഥയ്ക്ക് മാർക്കിടുവാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല. സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ മാർക്കിടാൻ പറ്റൂ. ഇവിടത്തെ മാർക്ക് നോക്കി, ഇവിടത്തെ സാറിന്റെയോ മേഡത്തിന്റെയോ മുഖം നോക്കി സ്തുതിഗീതം പാടുന്നതല്ല ശുശ്രൂഷ, അവരെ ബോധിപ്പിക്കുന്നതല്ല. ഇവിടെ ഒരുപാട് മേഡന്മാരുണ്ടല്ലോ, ഇടവന്മാരുണ്ടല്ലോ, കുമ്മന്മാരുണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. അവരെ ബോധിപ്പിക്കണ്ട, ദൈവത്തിന്റെ സന്നിധി ബോധിപ്പിക്കേ, അപ്പന്റെ സന്നിധി ബോധിപ്പിക്കേ. ദൈവം താഴ്ന്നു വന്നതുപോലെ ഇന്ന് വലിയവൻ ആരെന്ന് ചോദിച്ചപ്പോ, തന്നെ താനെ നോക്കുമ്പോ വലിയവൻ ആരെന്ന് ചോദിച്ചപ്പോ കർത്താവ് തന്നെ ശിഷ്യന്മാരെ കണ്ടോ, അവരെ പാദമൊന്ന് കഴുകുക, ഇതാ വലിയവൻ ആരെന്ന് കാണിച്ചു കൊടുത്തു അല്ലേ. പാദ ശുശ്രൂഷ ചെയ്യാനല്ല, ഇന്ന് പാദ ശുശ്രൂഷ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. താഴ്ന്നു വരണം. എത്ര ഉയർന്നു വന്നാലും ഇന്ന് ഒരുവനും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്ന് വലിയവനായ ഒരേ ഒരാളെ ഉള്ളൂ, അത് കർത്താവായ യേശുവാണ്. എവിടെയെങ്കിലും നമ്മൾ താഴ്ന്ന് എളിമപ്പെട്ട് ബഹുമാനം വാങ്ങിക്കെടുത്ത് ബഹുമാനം വാങ്ങിച്ച് തന്നെ പോകണം. നിങ്ങളെ നടത്തുന്നവർക്ക് ബഹുമാനം കൊടുത്ത് തന്നെ. നിങ്ങളൊരു പാസ്റ്റർ നിലയിൽ എനിക്ക് നിങ്ങൾ ബഹുമാനം തരുന്നുണ്ട്, ഓഫീസിൽ ചെല്ലുമ്പോൾ സാർ തരുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ വേറെ ആയി പോകരുത്, വേറെ ആൾ വരവായി പോകരുത്. നമ്മൾ കൊടുത്ത് തന്നെ, ബഹുമാനം കൊടുത്ത് തന്നെ. കാര്യം അപ്പന്റെ കണ്ണ് നിന്റെ മേലുണ്ട്, ഈ ദൃഷ്ടി എന്ന് മാഞ്ഞു പോകത്തില്ല. ചെയ്യുവാനാണ്. ഹല്ലേലൂയ. അല്ല അവര് വന്നിട്ട് ചെയ്യാം, എവര് വന്നിട്ട് ചെയ്യാം, ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാം എന്നും പോലെ. കിച്ചണിലൊക്കെ ഞങ്ങളൊക്കെ ചിലപ്പോൾ സൗകര്യമാർ വന്നിട്ടില്ല. ഞാനും അപ്പൂസും കൂടെ ഒരു മീൻകറി വെച്ചു. ഒരു മീൻകറി വെച്ചു. ഹല്ലേലൂയ. അപ്പോൾ അമ്മ പലതും പറഞ്ഞു, അത് ചേർക്കണം, ഇത് ചേർക്കണം, അങ്ങനെ ചേർക്കണം. ഞങ്ങൾക്ക് അത്ര എപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരു 8 വർഷം അല്ലേ, ഒരു 5 വർഷത്തിന് മുമ്പേ. ഓക്കെ, ഞങ്ങൾ അടിപൊളി മീൻകറി വെച്ചു. പക്ഷേ ഞങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. പാസ്റ്ററായോണ്ട് ഞങ്ങളുടെ മുഖത്ത് നോക്കി ആരും വെച്ചെന്നും ചോദിച്ചില്ല. എല്ലാവർക്കും ആഹാരം കൊടുത്തു. പക്ഷെ ഞങ്ങൾ കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ കഴിച്ചു നോക്കി, ഞങ്ങൾക്കേ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ നമ്മൾ ശ്രമിച്ചു നോക്കി, നമ്മൾ വെച്ചാലും മീൻകറി ആവും. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ സഹോദരിമാർ പണി കയറണമെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യും. ഫ്രൈയിൽ നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത് ഞങ്ങൾ പറയും, അത് നമ്മളെ തോപ്പിക്കണമെങ്കിൽ ഞങ്ങൾ ചിക്കൻ ബിരിയാണി വയ്ക്കും. അതിലൊക്കെ നമ്മൾ ഡിഗ്രി എടുത്തവരാ. ഹല്ലേലൂയ. അപ്പോൾ ഒന്നിലും നമ്മൾ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പാരിഷ്കാരം അടച്ചിട്ടിട്ടില്ല. അല്ല അവര് വന്നിട്ടേ നടക്കുള്ളൂ പറയില്ല. നമ്മൾ ചെയ്യുവാൻ തയ്യാറാകുമ്പോ ദൈവം നമ്മളെ ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോ, ഇന്ന് പകൽക്കാലം വിളിച്ച് പറയാണ്, നീ ചെയ്യാൻ തയ്യാറാകുമ്പോ നിന്നെ ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ സമർപ്പിച്ച്, നിന്നെ തന്നെ താഴ്ത്തി, നിന്നെ തന്നെ ദൈവകരങ്ങൾ കൊടുത്തുകൊണ്ട് ഇന്ന് പൂർണ്ണമായി ഒന്ന് താഴുമെങ്കിൽ, ഈ ഒന്ന് താഴ്ത്തി കൊടുക്കുമെങ്കിൽ, ഒരു ദൈവത്തിന്റെ മഹത്വം നിനക്ക് ഒരുക്കിയിരുന്ന അനുഗ്രഹത്തെ ഇതോ നിനക്ക് വേണ്ടി ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ അനുഗ്രഹത്തെ മറക്കരുത്. ഇവിടെ ചെയ്താൽ മാത്രമേ അനുഗ്രഹം പിടിക്കാൻ പറ്റൂ. ഇത് മറക്കരുത്. ഇവിടെ ചെയ്യുമ്പോൾ അല്ല പറയും, ഇത്രയും കിടന്ന് മരിക്കേണ്ട വല്ല കാര്യം പലരും ചോദിക്കും. എല്ലാരും പോയാൽ ചിലവർ ഇങ്ങനിട്ട് പിടിയാണ് പാത്രത്തോട്ട്. ഹല്ലേലൂയ. എല്ലാരും പോയാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റൂല. കാര്യം എന്താണ്? ഞങ്ങൾക്ക് പറ്റത്തില്ലെന്നേ. ചിലർക്ക് ഭയങ്കര ദൈവ സാന്നിധ്യമാണ്. ഞങ്ങൾക്ക് ഒരുക്കിയ അനുഗ്രഹം
ഇന്ന് പലപ്പോഴും പറയും ഞാൻ മരിച്ചു പോകും. നിങ്ങളെ നോക്കി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ, നിന്നെ നോക്കി പറഞ്ഞില്ലേ? നിന്നെ നോക്കി നീ തന്നെ പറഞ്ഞില്ലേ മരിച്ചു പോകും? പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതികൂലങ്ങൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ സ്വയം പറയാനുണ്ട് മരിച്ചു പോകുമോ? നിങ്ങൾ പറഞ്ഞാലൊന്നും അങ്ങ് എടുക്കത്തില്ല. കാര്യം എന്താണ്? ദൈവത്തിന് വേണ്ടി ചില നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട്. ഹല്ലേലൂയ പറ, ഇത് ഒന്നുമായില്ല. കൈപിടിച്ച് പറ, നിന്റെ ജീവിതം ഒന്നുമായില്ല. ആ മുഖത്തുള്ള ചിരി വാങ്ങണം. പ്രൈസലോ. ഇത് പറയുമ്പോ ഇന്നലെ വരെ പറഞ്ഞിട്ട് വന്ന് ഇതോടെ തീരുന്ന, പക്ഷെ തിരുവചനം പറയുന്നു ഒരുപാട് ജീവിക്കും. യേശു ജീവിക്കും. ഹല്ലേലൂയ. എന്റെ അപ്പൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് എന്റെ കൂടെ ഞാനുമുണ്ട്. ഹല്ലേലൂയ. ഇനി നമ്മൾ എല്ലാ കാര്യത്തിലും ഒരുപോലെ ചെയ്യണം. മനസ്സിലായോ? ഒരാൾ മാത്രമല്ല. ഒരാൾ പാത്രം എടുക്കാൻ പോകുന്നു, എടുക്കാൻ പറ്റുന്ന മാത്രം എടുക്കുക, ചാടിക്കറി ഒന്നും എടുക്കരുത്. ഹല്ലേലൂയ. നമുക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് പരിജ്ഞാനത്തോടെ. എല്ലാത്തിനും പരിജ്ഞാനം വേണം, ജ്ഞാനം വേണം. എടുക്കാൻ പറ്റാത്ത പാത്രം എടുക്കരുത്. എല്ലാ കാര്യത്തിലും ചെയ്യുവാൻ ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ചെയ്യണതിൽ കഴിവുണ്ട്. ഡോക്ടർ വന്ന് ചെയ്യേണ്ട കാര്യം ഡോക്ടർ വന്ന് ചെയ്യണം. നേഴ്സ് വേണം ചെയ്യണം, നേഴ്സ് ചെയ്യണം. അറ്റൻഡർ വേണം, അറ്റൻഡർ ചെയ്യണം. ഉരുട്ടാൻ പറഞ്ഞാൽ നീ ഉരുട്ടണം. ഉരുട്ടാൻ കയറി ഓപ്പറേഷൻ ചെയ്താൽ പറ്റില്ല അല്ലേ? ആശുപത്രി ചെല്ലുമ്പോൾ ഉരുട്ടാൻ നിൽക്കുന്നവർ, സ്ട്രെച്ചർ ഉരുട്ടാൻ നിൽക്കുന്ന പറയും ഞാൻ ഇന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. പണി ശരിക്കും കിട്ടും. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓപ്പറേഷൻ കേസ് വരുമ്പോ ഡോക്ടർ തന്നെ ചെയ്യണം. ചെറുതൊക്കെ തട്ടിയും പൊട്ടിയും പൊടിയും ചെയ്യാം. അവസാനം പാസ്റ്റർ ചെയ്യേണ്ട കാര്യം പാസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ. അല്ല ഞാൻ തന്നെ ഇപ്പൊ പിടിച്ചോ എന്ന് പറയും എല്ലാം കൂടെ ഇട്ടുകൊണ്ട് മൂട്ടി കിടക്കരുത്. പ്രൈസലോ. ഹല്ലേലൂയ. ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. പ്രൈസൽ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അറിയാം. ഞാൻ ചെയ്താൽ നന്നായിരിക്കും. ധൈര്യമായിട്ട് ചെയ്യും. ദൈവം കൂടെ ഇരിക്കും. ദൈവം കൂടെ ഇരിക്കും. പറ്റാത്ത കാര്യങ്ങളിൽ ഇന്ന് വേൽക്കൽ വിളിച്ചു പറയാ ആമേ മുറിവിലായി വചനം തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ അത്രേ വന്നത്. ഇന്ന് ദൈവത്തിന്റെ മറുവിലയായി യേശുവിന്റെ രക്തം മറുവിലയായി ശത്രുവിൽ നിന്ന് മറുവില കൊടുത്ത നമ്മെ നേടിയത്. മറക്കരുത്, വില കൊടുത്താണ് നമ്മളെ നേടിയത്. യേശുവിന്റെ രക്തത്താൽ യേശു വലിയൊരു പീഡനത്തിലൂടെ കടന്നുപോയി. ഒരു വലിയൊരു വില കൊടുത്തിട്ടുണ്ട്. നിന്നെയും എന്നെയും വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അതോടെ മറക്കരുത്. ഞാൻ ആരുടെ മകനാണ്, ആരുടെ മകളാണ്? ഞാൻ ദൈവത്തിന്റെ മകനാണ്. നിന്നെ മറുവിലയ്ക്ക് വാങ്ങി. ചില പറയും എനിക്ക് ഒരു വിലയും ഇല്ല, എത്ര ചെയ്താലും ഒരു നന്ദിയും ഇല്ലെന്ന്. നമ്മളെ മറുവിലയ്ക്ക് വാങ്ങിച്ച പ്രൈസ് ഹല്ലേലൂയ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദി വേണമെന്ന് എപ്പോഴും ആ നന്ദിയുള്ളവരായി ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മനസ്സോട് നമ്മൾ നിൽക്കുമെങ്കിൽ മറുവിലക്കെടുത്ത നമ്മുടെ അപ്പന്റെ മേൽ ആ സാന്നിധ്യം നമ്മുടെ മേൽ പകരുന്നുണ്ടെങ്കിൽ ഇന്ന് വലിയ വിടുതലുകൾ നിങ്ങളുടെ വ്യാപരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഹല്ലേലൂയ പല വിടുതലുകൾ എടുക്കാൻ പോവുകയാണ്. അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുമ്പോൾ ഒരു ദൈവ പ്രവൃത്തി ഇന്ന് സംഭവിക്കുന്നുണ്ട്. നിന്നെ തന്നെ താഴ്ത്തി കൊടുക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ ഒറ്റ ചോദ്യം ലോകം ചോദിക്കുന്നു, ഞങ്ങളാ പണത്തിൽ വലിയവർ, വീട്ടിൽ വലിയവർ ഞങ്ങളാ, എൻ്റെ വീട്ടിലാണ് കൂടുതൽ വണ്ടിയുള്ളത്, എൻ്റെ വീട്ടിലെ സമ്പത്ത് കൂടുതൽ, എല്ലാത്തിലും വലിയവനെന്ന് പറയുന്നവർ. യേശു പറഞ്ഞു ഇന്ന് ഭൂമിയിൽ വലിയവനായിട്ട് ഒരുവനേ ഉള്ളൂ. ഈ ഭൂമിയിൽ വലിയവനായും ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശുവാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് താഴ്ന്നു വരാമോ? നിന്റെ അനുഗ്രഹങ്ങളെല്ലാം അപ്പം തന്നതാ. ആ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി കൊടുക്കാമോ? നിനക്കൊന്ന് മനസ്സുകൊണ്ട് താഴാമോ? ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ഈ അനുഗ്രഹം നിന്നെ അനുഗ്രഹിച്ചു. ഒന്നുമില്ലായ്മതെല്ലാം തന്ന ദൈവം നന്മകൾ തന്നു, വീട് വാഹനം എല്ലാം തന്ന അപ്പൻ്റെ സന്നിധിയിൽ അപ്പ നീയാ എന്നെ ഉയർത്തിയത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹത്തിൽ ബ്ലസ് ചെയ്ത് ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധ പിതാവേ, ഈ നല്ല പകൽക്കാലം അനുഗ്രഹിച്ചനായ സ്തോത്രം. ഞങ്ങളുടെ മേൽ ആഴത്തിൽ നീ ഇടപെട്ടനായ സ്തോത്രം. വചനം ആഴത്തിലേക്ക് ഇടപെട്ടനായ സ്തോത്രം. മഹത്വം അങ്ങേക്ക് അടിയനങ്ങ് ഉപയോഗിച്ചനായ സ്തോത്രം. ദൈവരാജ്യയുടെ മഹത്വത്തിനായി അടിയൻ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചാനലിലൂടെയും മീഡിയയിലൂടെയും മന്ന ടി വിയുടെയും യൂട്യൂബിലൂടെയൊക്കെ സകലവർക്കും ഇവിടെ സകലവരെയും ഞാൻ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്യുന്നു. സകലരെയും ബ്ലസ് ചെയ്യുന്നു. യേശു ക്രിസ്തു നാമത്തിൽ